നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെസ്റ്റ് വർക്കൗട്ടിനെ കുറിച്ചുള്ളതാണ്, പ്രത്യേകിച്ച് അപ്പർ ചെസ്റ്റിനെ കുറിച്ചുള്ളത്. പലരും പറയാറുണ്ട് എത്ര കളിച്ചു കഴിഞ്ഞാലും അപ്പർ ചെസ്റ്റ് ഡെവലപ്പ് ആവുന്നില്ല, ബിൽഡ് ആവുന്നില്ല, ഞാൻ എന്താണ് ചെയ്യാന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ചെസ്റ്റ് പാർട്സിൽ അപ്പർ ചെസ്റ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. അത് നമ്മൾ കൂടുതൽ അത് ശ്രദ്ധിക്കുക, അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അപ്പോൾ മാത്രമേ അത് ഡെവലപ്പ് ആവുള്ളൂ. എങ്കിലും നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന കുറച്ച് വർക്കൗട്ടുകളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡംബിൾസ് വർക്കൗട്ടാണ്. നമ്മൾ കിടന്നതിന് ശേഷം ചെസ്റ്റ് നല്ല അപ്പ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10. നമ്മൾ ഏത് റിപ്പീറ്റേഷൻ ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ ഒരു 10ന് മുകളിലോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചുരുങ്ങിയത് 10 എന്നാണ് പറഞ്ഞത്. 10 റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ 10 അല്ല ചെയ്യേണ്ടത്, അതിന് മുകളിലോട്ടാണ് മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി ഈ അപ്പർ ചെസ്റ്റ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഫെയിലിയർ ആവുന്നവരെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോ തീർച്ചയായും പോസ്റ്റ് ചെയ്യുന്നത് ബിഗിനേഴ്സിനെയും മിഡിലിനെയും മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. സീനിയേഴ്സിനൊക്കെ എല്ലാ വർക്കൗട്ടിലും അറിയാം, എനിക്കും അതറിയാം. ഞാനും ഒരുപാട് വർഷമായിട്ട് രംഗത്തുള്ള ആളാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കും അതറിയാം, നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ബിഗിനേഴ്സിനെ മാത്രമാണ് ഈ വീഡിയോ ഒക്കെ ഉദ്ദേശിച്ച് പോസ്റ്റ് ചെയ്യുന്നത്. ചില ബിഗിനേഴ്സ് എൻ്റെ സബ്സ്ക്രൈബർ തന്നെ എന്നെ ചോദിക്കാറുണ്ട് ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും എന്നോട് ആരെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഞാൻ വ്യൂവേഴ്സിൻ്റെ എണ്ണം നോക്കാറില്ല. അത് വ്യൂവേഴ്സ് കൂടിയാലും കുറഞ്ഞാലും എനിക്കൊരുപാട് സന്തോഷം. എൻ്റെ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. തീർച്ചയായിട്ടും നെക്സ്റ്റ് വൺ ഒന്നുകൂടെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഏത് ഡംബിൾസ് വർക്കൗട്ട് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിപ്പീറ്റേഷൻ പരമാവധി 10ൽ കുറയാതെ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, 4 സെറ്റ് ചെയ്യണം. മസിൽസ് ഫെയിലിയർ ആകുന്നവരെ ചെയ്യുക, 4 സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ തീരെ മെലിഞ്ഞവരൊക്കെ ആണെങ്കിൽ പ്രീ വർക്കൗട്ടായിട്ട് എന്തെങ്കിലും കഴിക്കുക, വളരെ ലേറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ച് ഒരു 15 മിനിറ്റിന് ശേഷം, ഓയിൽ ഫുഡ് കഴിക്കാനല്ല ഞാൻ പറഞ്ഞത്, സ്വീറ്റ് പൊട്ടറ്റോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒരു 15 മിനിറ്റ് ശേഷമൊക്കെ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്തതിന് ശേഷം പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിക്കുക. നമ്മൾ വർക്കൗട്ടിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പ്രോട്ടീൻ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മസിൽസ് ഗെയിൻ ആവില്ല, ഷേപ്പ് ആവില്ല. അപ്പോൾ നമ്മൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ ശേഷം ഒന്നിങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് നല്ലതാണ്, പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് പോസ്റ്റിങ്ങൊക്കെ ഞാൻ ഇതിനു മുമ്പ് എല്ലാ വീടിനും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് എനിക്ക് ചരിഞ്ഞ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ ഒരു വർക്കൗട്ടോടെ നമുക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ റിപ്പീറ്റേഷൻ ഞാൻ 10ൽ നിർത്തുകയാണ്, കാരണം നിങ്ങൾക്കത് കൂടുതൽ ചെയ്യാം. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് ലെങ്ത് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടൊക്കെയാണ് ചില സമയത്ത് ഞാൻ കുറച്ച് പോകുന്നത്. 10 എന്നുള്ളത് നിങ്ങൾ മസിൽസ് ഫെയിലിയർ ആകുന്നവർ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലുണ്ടാവും. ചെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ റിപ്പീറ്റേഷൻ ഇനി നമുക്ക് 3 സെറ്റ് ആയിട്ടുള്ളൂ, ഒരു സെറ്റ് കൂടെ ബാക്കിയുണ്ട്, അതുകൂടെ ചെയ്യാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാരണം വെള്ളം നന്നായി കുടിക്കുക. അതുപോലെ തന്നെ ഏത് വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയും ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്, ലഹരികൾ ഉപയോഗിക്കാതിരിക്കുക. ലഹരികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർത്തൂ. നിങ്ങൾ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ നിങ്ങളുടെ ബോഡി സെറ്റാകാൻ പോകുന്നില്ല, ഫ്രെയിം ആകാൻ പോകുന്നില്ല. ഇപ്പോൾ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ലഹരി യുഗമാണ്, അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഫിറ്റ്നസ് ഒരു ലഹരിയായിട്ട് കൊണ്ടു നടക്കാം. തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ വരും. അടുത്തായിട്ട്
ഒരു റിപ്പീറ്റേഷൻ കൂടെ ബാക്കിയുണ്ട്, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ഇതിനൊരു വർക്കൗട്ട് കൂടെ കാണിച്ചു തരാം. ഡംബിൾസ് എടുക്കുക, ജസ്റ്റ് ചെറുതായിട്ട് ഡംബിൾസ് ഇവിടെ ചരിക്കുക. ചരിച്ച ശേഷം ഡബിൾ പുഷ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. റിപ്പീറ്റേഷൻ പരമാവധി മസിൽസ് ഫെയിലിയർ ആകുന്നവർ ചെയ്യുക. ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ടിപ്സ് കൂടെ പറയാനുണ്ട്. അപ്പർ ചെസ്റ്റ് വളരെ വീക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയുന്നില്ല, എല്ലാ ആഴ്ചയും ചെയ്യണമെന്ന് പറയുന്നില്ല, 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും അപ്പർ ചെസ്റ്റിന് മാത്രമായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ സാധാരണ വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ബെഞ്ച് പ്രസ്, ഇൻക്ലൈൻ, ഡിക്ലൈൻ അങ്ങനെ ആയിരിക്കും ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പർ ചെസ്റ്റാണ് വീക്കെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാസത്തിൽ 1-2 തവണ അപ്പർ ചെസ്റ്റിന് മാത്രം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഇവിടെയൊക്കെ ഫില്ലായി വരുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ മസിൽസ് ഫില്ലായി വരില്ല. ഇതിങ്ങനെ പതിഞ്ഞ് തീരെ ഷേപ്പില്ലാതെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മളുടെ ബോഡി പാർട്സിൽ എവിടെയാണോ നമുക്ക് വീക്ക് അത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ബിഗിനേഴ്സ്, അതേ റിസൾട്ട് വരുള്ളൂ. പിന്നെ നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ പൊതുവേ തന്നെ റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും. എൻ്റെ ഇത് നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-3 വർഷമെങ്കിലും എടുക്കും ഒന്ന് ആ ഫ്രെയിമിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകാതിരിക്കുക. നിങ്ങൾ ഫിറ്റ്നസ് ഒരു ലഹരിയായി കൊണ്ടു നടക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. ഒരു വർക്കൗട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നമ്മൾ 2 സെറ്റ് ആയിട്ടുണ്ട്. ഒരു സെറ്റ് കൂടെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുന്ന കൂടെ തന്നെ നന്നായിട്ടൊന്ന് പോസ് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിൻ്റെ പോസിങ് നമുക്ക് നാച്ചുറൽ ബോഡി ആണെങ്കിലും ബോഡി ഗെയിൻ ആവാതിരിക്കുന്നില്ല. ഇപ്പം നാച്ചുറൽ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ വരെ നടക്കുന്ന കാലമാണ്. എല്ലാവരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നാച്ചുറലായിട്ടുള്ള ബോഡി ബിൽഡിങ്ങിൽ അത്ര മോശം കാര്യമൊന്നുമല്ല, വളരെ നല്ല കാര്യം തന്നെയാണ്. ഹ്യൂജ് മസിൽസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പക്ഷേ ഉള്ളത് നമുക്ക് സ്റ്റാമിന ഉണ്ടാവും, സ്ട്രെങ്ത് ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒക്കെ ചെയ്ത് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എക്സ്പെൻസാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മൾ പോകണം. അത് എല്ലാവരെ കൊണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയുന്ന കേസൊന്നുമില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. കുറച്ച് ലേറ്റായിട്ടായിരിക്കും ബെനിഫിറ്റ് വരിക, എങ്കിലും ആ ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും. സാധാരണക്കാർക്കും ബോഡി ബിൽഡ് ചെയ്യണമല്ലോ, ഒരുപാടുള്ളവന് മാത്രം ബോഡി ബിൽഡ് ചെയ്താൽ പോരല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ ഒന്നിനും എതിരല്ല, അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. ആർക്ക് ബോഡി ഫിറ്റ്നസ് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്, എനിക്ക് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനോടാണ് താല്പര്യം കൂടുതൽ. നിങ്ങൾ നിങ്ങളുടേതായ വഴികൾ തിരഞ്ഞെടുക്കൂ. എന്തായാലും നിങ്ങൾ ആരും ലഹരിയിലേക്ക് പോകാതിരിക്കുക. ഇന്ന് ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ലഹരി ഉപയോഗം, അതിൻ്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചുള്ളതാണ്. അതിലോട്ട് പോകാതിരിക്കുക. നിങ്ങൾ ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേ പ്രോട്ടീൻ എടുക്കണമെന്ന് പലരും പറയാറുണ്ട്. തീർച്ചയായിട്ടും എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതൊന്നും വേ പ്രോട്ടീനൊക്കെ നമ്മൾ സാധാരണ നോർമൽ പ്രോട്ടീൻ കിട്ടാത്ത എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. നല്ല ക്വാളിറ്റി ഇല്ല നോക്കി നിങ്ങൾ തീർച്ചയായും എടുത്തോളൂ. നമ്മുടെ സാഹചര്യം അനുസരിച്ചാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ചിക്കൻ വേവിച്ച് കഴിക്കാനും മുട്ട പുഴുങ്ങി കഴിക്കാനും സമയം കിട്ടിക്കോളുന്നില്ല. അതിന് പകരം നമ്മൾ പ്രോട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേ പ്രോട്ടീൻ എടുക്കാം. നല്ല ബ്രാൻഡഡ് കമ്പനി എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക. ഇതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് മസിൽ റിക്കവറിക്കും മസിൽ ഗെയിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാകുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്വാഗതം, ബൈ ബൈ.